ഹലോ ഗൈസ്, ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദേവാനുഗ്രഹം നമുക്ക് നമ്മുടെ ഗാലക്സി S25 അൾട്രയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് എന്നുള്ള കളർ, അതുപോലെ തന്നെ ടൈറ്റാനിയം ജേഡ് ഗ്രീൻ എന്നുള്ള കളർ, അതേപോലെ നമ്മുടെ ഓഫ്ലൈൻ കളറായിട്ടുള്ള ടൈറ്റാനിയം സിൽവർ ബ്ലൂ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എലോങ് വിത്ത് ദാറ്റ് നമ്മുടെ ഗാലക്സി S25 പ്ലസ് വേഴ്സസ് നമ്മുടെ ഗാലക്സി S25 അൾട്രയുടെ ഒരു ക്വിക്ക് കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ജെറ്റ് ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, നമ്മുടെ ഐഫോൺ 7ൻ്റെ ഒക്കെ ഒരു മാറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറും ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറും ഉണ്ടായിരുന്നു. ആ ജെറ്റ് ബ്ലാക്ക് കളറിൻ്റെ ഒരു ലുക്കും ആ ഒരു മാറ്റ് ബ്ലാക്ക് കളറിൻ്റെ ഒരു ഫിനിഷിങ്ങിനെയാണ് ഈ ഒരു ഏകദേശം നമ്മുടെ ഈ ജെറ്റ് ബ്ലാക്ക് വരുന്നത്. പിന്നെ ഇതൊരു ബാക്കി കളേഴ്സിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഇതിൻ്റെ ഈ ടൈറ്റാനിയം ഗ്രേഡ് 5 ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമും ബ്ലാക്ക് കളറാണ് വരുന്നത്. ബാക്കി എല്ലാ വേരിയൻസിലും അത് ആ ടൈറ്റാനിയത്തിൻ്റെ ആ ഒരു ഗ്രേഷ് കളറിലാണ് വരിക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ അൺബോക്സിങ്. താങ്ക് ഗോഡ്. Okay, so the Galaxy S25 Ultra in the Titan. Okay, and a fully complete ഒരു ബ്ലാക്ക് മെറ്റൽ ഐറ്റം നമ്മുടെ കയ്യിരിക്കുന്ന ഫീലാണ് വരിക. യു ക്യാൻ സി അടാ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് കളർ ഗാലക്സി S25 അൾട്ര. ആൻഡ് ഓക്കെ, കൊള്ളാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എനിവേസ് ഇതിൻ്റെ സൈഡ് ഫ്രെയിമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, സ്റ്റണ്ണിങ്. ഇനി ഇഫ് വി സൈഡ് ബൈ സൈഡ് കമ്പയർ വിത്ത് ദ ജേഡ് ഗ്രീൻ കളർ, യു ക്യാൻ സി ഉണ്ട് ഫ്രെയിം ഒക്കെ കണ്ടോ. ഓക്കെ, യു ക്യാൻ സി. പിന്നെ ചിലർക്കുണ്ടല്ലോ ഈ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലാക്ക് കളർ എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്. ഓക്കെ, അത് അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഗ്രേയിഷ് ഫിനിഷൊക്കെ ഗ്രേയിഷ് ഫ്രെയിമൊക്കെ വരുമ്പോഴായിരിക്കും പ്രീമിയംനെസ് തോന്നുന്നത്. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ എനിവേസ് സ്റ്റണ്ണിങ് ആയിട്ടുണ്ട്. ആൻഡ് ദ ക്യാമറ റിങ്സ് ആസ് വെൽ. പിന്നെ ഇതെന്ന് പറഞ്ഞൊരു ഫ്രോസ്റ്റഡ് ലൈറ്റ് എമറാൾഡ് ഗ്രീൻ്റെ ഒരു ഫിനിഷാണ് തന്നെ. സോ യു ക്യാൻ സി നല്ലൊരു മ്യൂട്ടഡ്, ഭയങ്കര ലൈറ്റ് മ്യൂട്ടഡ് കളറാണ് വരുന്നത്. സോ ആൻഡ് നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓഫ്ലൈൻ കളർ ആയിട്ടുള്ള ടൈറ്റാനിയം സിൽവർ ബ്ലൂ. ഇതും അത്യാവശ്യം നൈസ്. ഇതും ഭയങ്കര ഒരു സിൽവറിഷ് ബ്ലൂ, അതൊരു ഫ്രോസ്റ്റഡ് ലൈക്ക് ഒരു ഐസി ബ്ലൂ ഫിനിഷ് ടൈപ്പ് ഓഫ് തിങ് ആണ് നമ്മുടെ ഈ ടൈറ്റാനിയം സിൽവർ ബ്ലൂ എന്ന് പറഞ്ഞ കളർ വരുന്നത്. ആൻഡ് യാ കണ്ടോ, ഇതിൻ്റെയും ഫ്രെയിം നമുക്ക് വരുന്നത് കണ്ടോ ഈ ഒരു ഇതാണ്. എക്സെപ്റ്റ് ജെറ്റ് ബ്ലാക്കിന് മാത്രമാണ് നമുക്ക് ആ ഫ്രെയിമിന് ഈ ഒരു ബ്ലാക്ക് സെറ്റപ്പ് വരുന്നുള്ളൂ. സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. വാവ്. ഓക്കെ, കണ്ടോ ഒരു ഫുള്ളി ഒരു ബ്ലാക്ക് മെറ്റൽ പീസ്. ഒരു ഈ ആഡിലൊക്കെ കാണുമല്ലോ നമ്മൾ ഈ എർത്തിൻ്റെ ഒക്കെ ഒരു കോർ ടൈപ്പ് ഓഫ് ഒരു സ്റ്റോണൊക്കെ പൊട്ടി വരുന്നത്, അത് കൂട്ടൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഫോർ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ദിസ് ഈസ് സിംപ്ലി സ്റ്റണ്ണിങ്. പിന്നെ ബോക്സിലാണെങ്കിൽ ജസ്റ്റ് C2C ഡാറ്റ കേബിൾ ഉണ്ട്, ഒരു സിം ഇജക്ടർ ഉണ്ട്, സം പേപ്പർ വർക്ക്സ്, ദാറ്റ്സ് ഇറ്റ്. ഇനി S25 അൾട്ര വേണ്ടാത്തവർക്ക് നമ്മുടെ ഗാലക്സി S25 പ്ലസും ഉണ്ട്, S25 ഉണ്ട്. ആൻഡ് ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. യൂഷ്വലി എല്ലാം പറയണത് ജസ്റ്റ് ഡിസ്പ്ലേ സൈസ് കുറവാണ്, അതേപോലെ തന്നെ ബാറ്ററി കുറവായിരിക്കും, ദാറ്റ്സ് ഇറ്റ്. അത് മാത്രമല്ല വേറെ 2 ഡിഫറൻസ് കൊണ്ട് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് S20 FE കേട്ടോ, ഇത് 6.5 ഇഞ്ചസ് ആണ്. പക്ഷെ ഇത് നോക്കി ഉണ്ടോ, കംപ്ലീറ്റ്ലി എക്സാക്റ്റ്. ഇതിൻ്റെ ഭയങ്കര ചിന്ന് കുറവായത് കാരണം ഇത് ഭയങ്കരമായിട്ട് കണ്ട എക്സാക്റ്റ് ഫിറ്റ് ആവേണ്ടതിൻ്റെ ഉള്ളിൽ. ദാറ്റ് മീൻസ് ചെറിയൊരു വെരി മൈനർ വ്യത്യാസം അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ചസ് ആയിട്ടുള്ളൊരു ഫോൺ ഈക്വൽ ടു 6.7 ഇഞ്ചസ് ആയിട്ടുള്ള ഗാലക്സി S25 സീരീസ്. ദാറ്റ് 6.5 ഇഞ്ചസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ഫോൺ എങ്ങനെയായിരിക്കും നിങ്ങളുടെ കയ്യിരിക്കുന്നത്, അതേപോലെ മാത്രമായിരിക്കും നമ്മുടെ 6.7 ഇഞ്ചസ് ആയിട്ടുള്ള ഗാലക്സി S25 പ്ലസ് നിങ്ങൾ കയ്യിരിക്കുന്നത്. കാരണം ചിന്ന് ഭയങ്കരമായിട്ട് മിനിമലൈസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഇങ്ങനെ നല്ല കണ്ടോ ഫുൾ പിടിക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട്. S25 വേഴ്സസ് S25 പ്ലസിൻ്റെ ഡിഫറൻസസ് നോക്കുവാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു, മറ്റേത് S25 വരുമ്പോൾ 6.2 ഇഞ്ചസ് ആയിരുന്നുള്ളൂ, ഇത് 6.7 ഇഞ്ചസ്. പക്ഷേ എസെൻഷ്യലി കോമ്പാക്ട് നോക്കുന്നവർക്ക് കുഴപ്പമില്ല, 6.5 ഇഞ്ചസിൻ്റെ ഒരു സെറ്റപ്പാണ് നമുക്ക് S25 പ്ലസിൽ കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി 4000 mAh ആണ് S25 വരുന്നെങ്കിൽ ഇത് 4900, മീൻസ് ക്ലോസ് ടു 5000 mAh ബാറ്ററി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഗാലക്സി S25 പ്ലസിന്. ഇത് രണ്ടും അല്ലാണ്ട് വേറെ 2 ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഡിസ്പ്ലേ തന്നെ ഇതിൻ്റെ റെസൊല്യൂഷനിൽ വ്യത്യാസമുണ്ട്. ഇത് FHD+ റെസൊല്യൂഷനാണ് നമ്മുടെ ഗാലക്സി S25 എങ്കിൽ ഇത് നമ്മുടെ
QHD+, മീൻസ് ഗാലക്സി S25 അൾട്രയ്ക്ക് വരുന്ന സെയിം റെസൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഗാലക്സി S25 പ്ലസിന് വരുന്നത്. അതുപോലെ തന്നെ PPAയും കൂടുതലുണ്ട് നമ്മുടെ ഗാലക്സി S25 പ്ലസിന്. ഫാസ്റ്റ് ചാർജിങ് 25 വാട്ടാണ് S25-എങ്കിൽ, ഇത് നമുക്ക് 45 വാട്ട് വരുന്നുണ്ട്, സെയിം ആസ് ദ ഗാലക്സി S25 അൾട്ര. അങ്ങനെ പറഞ്ഞു. അഞ്ചാമതൊരു കാര്യം പറഞ്ഞുതരാം. നോർമൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 ഇലൈറ്റ് നമ്മൾ ഇത്തിരി വാമുള്ള ചിപ്സെറ്റാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ ഇത് വരുമ്പോൾ 8 ഇലൈറ്റ് ഫോർ ഗാലക്സി, ദാറ്റ് മീൻസ് നോർമൽ ഇതിൻ്റെ ഓറിയോൺ V2 ഫിനിക്സ് സെൽ എന്ന് പറഞ്ഞിട്ട് മെയിൻ പെർഫോമൻസ് സ്കോർ ഉണ്ടല്ലോ, അത് നോർമലി ക്ലോക്ക് ചെയ്യുന്നത് 4.32 GHz ആണ്. പക്ഷേ ഇത് ഹയർ ക്ലോക്ക് ചെയ്തേക്കാണ് 4.47 GHz. സോ നോർമൽ ഫോൺ ഉണ്ടാവുന്നതിനേക്കാളും കുറച്ചും കൂടെ തെർമൽസ് കൂടുതലായിരിക്കും നമ്മുടെ ഇതിന്. സോ ഇത്രയും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഹീറ്റ് ഡിസിപ്പേഷനും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യണം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഗാലക്സി S25 അൾട്രയ്ക്കകത്താണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്താണ് 40% ലാർജർ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ S25 കോമ്പാക്ട് ഫോം ഫാക്ടർ ആയത് കാരണം അത്ര എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ഈ ഹീറ്റ് ഡിസിപ്പേഷൻ. സോ ഫോൺ ക്യാൻ ബി എ ബിറ്റ് more warm than the S25 Plus and the S25 Ultra. സോ ആ ഒരു മാറ്ററും കൂടെ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക. സ്റ്റിൽ യു വാണ്ട് പിക്ക് ദ ഹൈലി കോമ്പാക്ട് S25, then that's up to you. കാരണം ഒരു 6 ഇഞ്ചസ് എഫക്റ്റീവ്ലി വരുന്നുള്ളൂ. 6.2 ഇഞ്ചസ് ആണെങ്കിലും 0.2 ഇഞ്ചസ് നെഗ്ലിജിബിൾ ആണ്. കാരണം ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ അത്രയ്ക്ക് ചിഹ്നക്ക് അത്രയ്ക്ക് മിനിമലൈസ്ഡ് ആയത് കാരണം. സോ എസെൻഷ്യലി 6 ഇഞ്ചസ് ആയിട്ടുള്ളൊരു ഫോം ഫാക്ടറിൽ ഒരു ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം S25 പിക്കാണെങ്കിൽ. ബട്ട് ഐ വുഡ് പ്രിഫർ ഡെഫിനറ്റ്ലി പിക്കിംഗ് ദ S25 Plus ഇൻസ്റ്റെഡ് ഓഫ് ദ ഗാലക്സി S25. നൗ ദ ബിഗ് ബ്രദേഴ്സ് ആയിട്ടുള്ള S25 Plus വേണോ അതോ S25 Ultra വേണോ? ഫസ്റ്റ് ഓഫ് ഓൾ തിക്നെസ് ജസ്റ്റ് 7.3 mm ആണ് നമ്മുടെ ഗാലക്സി S25 Plus വന്നെങ്കിൽ 8.2 mm വരുന്നുണ്ട് നമ്മുടെ ഗാലക്സി S25 Ultra. 190 grams ആണ് നമ്മുടെ ഗാലക്സി S25 Plus വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 218 grams ആണ് നമ്മുടെ ഗാലക്സി S25 Ultra വരുന്നത്. ഫ്രെയിമൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് വിക്ടസ് 2 വരുമ്പോൾ ഇവിടെ നമുക്ക് ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. അതേപോലെ അലുമിനിയം ഫ്രെയിം വരുമ്പോൾ ഇവിടെ ടൈറ്റാനിയം 6.7 ഇഞ്ചസ് വേഴ്സസ് 6.9 ഇഞ്ചസ്. എഫക്റ്റീവ്ലി 7.1 ഇഞ്ചസ് ആയിട്ടുള്ള ഒരു നോർമൽ ഫോൺ അത്രയും ഡിസ്പ്ലേ വരുന്നുണ്ട് നമ്മുടെ ഇത്. എഫക്റ്റീവ്ലി ഇതാണ് 6.9 ഇഞ്ചസ്, ഇതൊരു 7.1 ഇഞ്ചസ്. അത്ര ഒരു വലിയ രീതിയിൽ വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ഈ മിനിമലൈസ്ഡ് ചിന്നും കാര്യങ്ങളൊക്കെ കാരണം നോർമൽ ഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ. ക്യാമറാസ് നോക്കുവാണെങ്കിൽ 200 MB മെയിൻ ക്യാമറ വേഴ്സസ് 50 MB മെയിൻ ക്യാമറ. നെക്സ്റ്റ് 10 MB ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട് 3x ഒപ്റ്റിക്കലായിട്ടുള്ള. ഇവിടെയും 10 MB ടെലിഫോട്ടോ ഉണ്ട് 3x. പക്ഷേ ഒരു 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഉണ്ട് 5x ഒപ്റ്റിക്കലായിട്ടുള്ള. അത് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ വൈഡ്. നേരത്തെ ഗാലക്സി S25 Ultraയിൽ ഇതിനകത്ത് വന്നിട്ട് 12 MB അൾട്രാ വൈഡ് ആയിരുന്നു വേഴ്സസ് ഇപ്പോൾ 50 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ രണ്ടുപേരും 12 MB സെൽഫി ക്യാമറ ആണ് ഫ്രണ്ടിൽ. അതുപോലെ ബാറ്ററി 4900 വേഴ്സസ് 5000. പിന്നെ ഒബ്വിയസ്ലി ദിസ് ഗൈ ദാറ്റ്സ് ദ S Pen. ഓക്കെ, സോ ഇതിൻ്റെയും ഒരു മിസ്സിങ് വരുന്നുണ്ട് നമ്മുടെ ഗാലക്സി S25 Plusൽ. ഇത്രയാണ് ഇവർ രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ്. സോ ഈ പറഞ്ഞ ഡിഫറൻസ് നിങ്ങൾക്ക് മാറ്റർ അല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി പിക്ക് ദ ഗാലക്സി S25 Plus, ഓർ ഇഫ് നിങ്ങൾക്ക് ടോപ്പ് എൻഡ് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, യു ക്യാൻ പിക്ക് ദ ഗാലക്സി S25 Ultra. So guys, that's it for today. Signing off, it's Phone Mania.